ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മഹീന്ദ്ര താർ റോക്സ് MX5 പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തീർക്കാം, വലിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ വണ്ടി ഒന്ന് ആദ്യം കാണിച്ചു തരാം മുഴുവനായിട്ട്. ഇതാണ് നമ്മളെ വണ്ടി താർ റോക്സിൽ. ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്ന വെഹിക്കിളാണ് കേട്ടോ. മിഡ് റേഞ്ചിൽ വരുന്നതാണ് ഈ ഒരു മോഡല് MX5. ഈ കളറിന്റെ പേര് ഡീപ് ഫോറസ്റ്റ് ആണ്. ഡീപ് ഫോറസ്റ്റ് എന്നാണ് ഈ കളറിന്റെ പേര് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ പരിചയപ്പെടാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. സിൽവറും ആയിട്ടുള്ളൊരു ബമ്പറാണ് വരുന്നത്. പിന്നെ 6 സ്പോക്ക് ഗ്രില്ല് വരുന്നുണ്ട്. മഹീന്ദ്രന്റെ പുതിയ ഗ്രില്ല് വരുന്നുണ്ട്. അത് തൊട്ട് മുകളിലായിട്ട് മഹീന്ദ്ര എന്നുള്ളൊരു ബാഡ്ജിങ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് ഈ വരുന്നത്. നമുക്ക് അതേപോലെ C ടൈപ്പ് DR വരുന്നുണ്ട്. LED ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമുക്ക് തൊട്ട് താഴെയായിട്ട് ഫോഗ് ലാമ്പ് LED ആണ് വരുന്നത്. ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ. അപ്പോൾ നമുക്ക് മുൻവശത്തു നിന്ന് നമ്മൾ ഏകദേശമുള്ള ഫീച്ചേഴ്സ് ഇതാണ്. നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീലാർച്ചിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ നമ്മുടെ ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. അതേപോലെ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് താർ റോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഫുഡ് സ്റ്റെപ്പ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് എല്ലാ വാഹനത്തിലും കൊടുക്കുന്നുണ്ട്. മെറ്റൽ ടോപ്പാണ് വരുന്നത്. റൂഫ് മെറ്റൽ ടോപ്പ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യമുള്ള 3 ഡോറിലൊക്കെ ഫൈബർ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. നമുക്ക് റിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് എടുക്കുമ്പോൾ മാത്രം MX5 ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റിയർ LED ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫുൾ LED ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. റിയർ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പെയർ വീല് വരുന്നത് നോർമൽ ആയിട്ടുള്ള സ്റ്റീലാണ് വരുന്നത്, അലൈസ് അല്ല. പിന്നെ റിവേഴ്സ് ക്യാമറ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് റിയർ എന്നുള്ളൊരു വ്യൂ വരുന്നത്. നമുക്ക് ഡോർ പാനലിൽ വരുന്നത് 4 ഡോർ പവർ വിൻഡോ സ്വിച്ചസ് വരുന്നുണ്ട്. ഇലക്ട്രിക് ഓവർവ്യൂം, ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോറ് ലോക്ക് വരുന്നത് ക്രോം ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ലിറ്ററിന്റെ ബോട്ടിൽ വെക്കാനുള്ളൊരു ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്യൂവല് നമ്മുടെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മൈക്രോ ഹൈബ്രിഡിന്റെ സ്വിച്ചാണ്. ഹീൽ ഡിസൈൻ കൺട്രോളിന്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്താനുള്ള സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഉള്ളിലുള്ള ലൈറ്റ് വരുന്നുണ്ട്. ബ്രേക്കിന്റെ അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് തെളിയുന്ന കാണാം. ഈ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിനായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ തന്നെ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ അപ്പ് ഡൗൺ ചെയ്യാനുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്, റിസീവ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സാധാ നോർമൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിരിക്കുന്നത് 10.2 ഇഞ്ചിന്റെ ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിയർ ക്യാമറ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അങ്ങനെ മോഡ് കൊടുത്തിട്ട് 6 സ്പീഡാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് മൊബൈൽ വെക്കാം, അതുപോലെ കീ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRVM ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ LED ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ കൂളിംഗ് ഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സംസാരിക്കാനുള്ള മൈക്കാണ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ മൊത്തം റൂഫിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. സൺറൂഫ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് MX5.
നമ്മുടെ സീറ്റിന്റെ കളറൊക്കെ വരുന്നത് ഫുള്ള് വൈറ്റ് കളറാണ് വരുന്നത് ഒരു. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു എന്താ വെച്ചാൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് നോർമലാണ് വരുന്നത്, നോർമൽ ഹാൻഡ് ബ്രേക്കാണ്. നമുക്ക് പിന്നെ ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പിടിച്ചിരിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ MX-5 വരുന്ന ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഫീച്ചേഴ്സ് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് വോയിസ് കമാൻഡിങ്ങിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റിങ്സ്, FM സെറ്റിങ്സിൻ്റെയാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് റേഡിയോൻ്റെ ഓരോ ചാനൽ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച്, മൊബൈലിൽ കോൾ വരുമ്പോൾ എടുക്കാനുള്ള സ്വിച്ചും കട്ട് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് MX-5 ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ് ലാമ്പ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്, കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് റിയർ സീറ്റിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഡോർ പാനലിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് 1 ലിറ്ററിൻ്റെ. ഇവിടെ പവർ വിൻഡോ സ്വിച്ചസ് വരുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നത് സിൽവർ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. താർന്നുള്ള ബാഡ്ജിങ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പിടിച്ചു കയറാനുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇരുന്നാലും ഇവിടെ സീറ്റിൽ തട്ടില്ല. നമുക്ക് അതുപോലെ റീറേസി വെന്റ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് ചാർജർ പോയിന്റ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ലാസ്റ്റ് ഈ വീഡിയോന്റെ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ഒന്ന് നോക്കണം. നമുക്ക് താർ റോക്സ് ബൂട്ട് സ്പേസ് വരുന്നത് 644 ലിറ്റർ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെ താർ റോക്സിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് ഏരിയ വരുന്നത്. നമ്മളധികം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞു തരാം നമുക്ക് എത്രയാണെന്നുള്ളത്. ഒന്നും കൂടെ വണ്ടിയുടെ ഏതാനും വേരിയന്റ് പറഞ്ഞു തരാം. നമുക്ക് മഹീന്ദ്ര താർ റോക്സ് MX-5 പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 22,24,000 രൂപയാണ്. 22,24,000 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു.